മിസ് ഇവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യമായിരുന്നു ബയോളജിയുടെ ഇംപ്രൂവ്മെന്റ് സ്റ്റഡി പ്ലാൻ വേണം എന്നുള്ളത്. പേടിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കേട്ടോളൂ, ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായും ബയോളജി ഇംപ്രൂവ്മെന്റ് എക്സാമിന് A+ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഒരുപക്ഷെ മിസ് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ കുട്ടികൾ നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് ബയോളജിയുടെ കൂടെ സ്റ്റഡി പ്ലാൻ വേണം, ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഏത് രീതിയിലാണ് ഇംപ്രൂവ്മെന്റ് ബയോളജിയിൽ നമുക്ക് A+ ഉറപ്പിക്കാൻ പറ്റുക. കുറേ പേര് ചോദിച്ചു. എനിക്ക് തോന്നുന്നു മിസ് നമ്മളിൽ എല്ലാവരുടെയും വെച്ചിട്ടില്ല അല്ലേ? വെച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ മാത്സിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഇങ്ങനെ തുരുതുരാന്ന് ഞങ്ങൾ നോക്കുമ്പോ കമന്റ് ആണ് ബയോളജി ബയോളജി ബയോളജി. അപ്പൊ ഇതാ നിങ്ങൾക്കുള്ള ബയോളജിയുടെ സ്റ്റഡി പ്ലാൻ ഒരു കൃത്യമായിട്ട്. അതായത് വേറെ ആരും ബയോളജി സ്റ്റഡി പ്ലാൻ തരില്ല. ബാക്കി എല്ലാം കൊണ്ടു. അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബയോളജി ഇംപ്രൂവ്മെന്റ് സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ മുഴുവനും കാണുക. യെസ്, നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ദിവസങ്ങൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഓരോ എക്സാമിന്റെ ഇടയിലും വരുന്ന ഗ്യാപ്പ് എങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇവരുടെ മോഡൽ എക്സാം, അതായത് ഇവരുടെ മോഡൽ എക്സാം ഏകദേശം 21-ാം തീയതിയോട് കൂടി എന്താണ് കഴിയും. ഇനി ഒരു 3 ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യും. 3 ദിവസം കഴിഞ്ഞാൽ പടപടയെന്ന് പറഞ്ഞ 5 ദിവസത്തിൽ 21-ാം തീയതിയോടെ മോഡൽ എക്സാം കഴിയുന്നു. അപ്പൊ +2 കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ മിസ് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം, നമുക്ക് ഈ ഒരു മാസം റെസ്റ്റിംഗ് സമയമൊന്നും ഇല്ല. അതായത് ഒരു ഈവനിങ് ആണെങ്കിലും ഒരു ആഫ്റ്റർനൂൺ ആണെങ്കിലും ഏതൊരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോർനൂൺ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഉറങ്ങുന്നതിന് പുറമെയും ഭക്ഷണം കഴിക്കാം, റിഫ്രഷ്മെന്റ് എടുക്കാം. അതിന്റെ പുറമെ നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ +2 പരീക്ഷയോടൊപ്പം തന്നെ നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് എക്സാമും എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. ഒരു വർഷം 2 പരീക്ഷ നേരിടാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും മോഡൽ എക്സാം 21-ാം തീയതിയോട് കൂടി കഴിയുന്നു. മാത്സ് എക്സാമോട് കൂടി കഴിയാണ്. അന്ന് വൈകുന്നേരം തൊട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്. നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് അന്ന് വൈകിട്ട് തന്നെ, മിസ് പറഞ്ഞ പോലെ സമയമില്ല, ഒരു അരമണിക്കൂർ പോലും വേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. കൃത്യമായിട്ട് 21-ാം തീയതി ഈവനിങ് തൊട്ട് നമ്മൾ ഇരിക്കുകയാണ്. മാർച്ച് 1-ാം തീയതി വരെ നമ്മൾ എല്ലാ സബ്ജക്ട്സുകളും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മക്കളെ നോക്കിക്കേ, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ 21-ാം തീയതി വൈകുന്നേരം മുതലാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. മാർച്ച് 3-ാം തീയതിയാണ് ഇവരുടെ ബോർഡ് എക്സാം തുടങ്ങുന്നത്. അപ്പൊ മാർച്ച് 1 വരെ ഇവർക്ക് ടൈം ഉണ്ട്. കാരണം 2-ാം തീയതി എന്തായാലും 3-ാം തീയതി പരീക്ഷ ഏതാണോ ആ എക്സാം പഠിക്കാൻ നിങ്ങൾ 2-ാം തീയതി ഉപയോഗിക്കുക. അപ്പൊ 1-ാം തീയതി വരെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ? ഒരു ദിവസം 2 മണിക്കൂർ നിങ്ങൾ ബയോളജി പരീക്ഷയ്ക്ക് ചെലവഴിച്ചാൽ മതി. അതായത് +1 പഠിക്കാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ദിവസം 2 മണിക്കൂർ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് +1 എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ ഉറപ്പായും പറ്റും. ഓക്കെ, യെസ്. അപ്പൊ അത് കഴിഞ്ഞതാ നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നു. 3-ാം തീയതി എക്സാം തുടങ്ങിയാൽ പിന്നെ അടുപ്പിച്ചിട്ട് 3ഉം 5ഉം ഒക്കെ എക്സാം ആണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മാർച്ച് 10-ാം തീയതി കെമിസ്ട്രി എക്സാം വരുന്നു. അപ്പൊ മാർച്ച് 10-ാം തീയതി കെമിസ്ട്രി എക്സാം വരെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഗ്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണോ അന്നുള്ള എക്സാം ആ എക്സാമിന് പഠിക്കാനുള്ള പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇംപ്രൂവ്മെന്റ് എക്സാം നമുക്കൊരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. പ്രൈമറി കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷ തന്നെയാണ് കേട്ടോ. ആ ബോർഡ് എക്സാമിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പക്ഷേ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ആവശ്യമുള്ളത് കൊണ്ട് സെക്കൻഡറി ആയിട്ട് നിങ്ങൾ ഇതിനെ കാണാൻ പാടുള്ളൂ. ആ രീതിയിൽ വേണം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞിട്ട് മിസ്സേ അവർക്ക് ആ ഈവനിങ് എന്ത് ചെയ്യാൻ പറ്റും? ബയോളജി ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് അവർക്ക് പഠിക്കാനിരിക്കാൻ പറ്റും അല്ലെ? അതെ, അത് കഴിഞ്ഞ് 11, 12, 13, 14, 15, 16 പിന്നെ 17-ാം തീയതിയാണ് നിങ്ങളുടെ മാത്സ് എക്സാം വരുന്നത്. ഉറപ്പായും നിങ്ങൾ 15ഉം 16ഉം വേറെ ഒന്നും പഠിക്കാനായിട്ട് സമയം കളയേണ്ട. നിങ്ങളുടെ മാത്സ് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കൊടുക്കാം. അത് കൂടാതെ നമുക്ക് എത്ര ദിവസം കിട്ടി? ഏകദേശം 4 ദിവസവും പിന്നെ ഒരു ഈവനിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് സബ്ജക്ട് ഏതാണോ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നത്, ബയോളജി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് ബയോളജിക്ക് ഇതേപോലെ തന്നെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നുന്ന ഭാഗങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാനിരുന്ന മണ്ടത്തരാണ്. ഓൾറെഡി ഓർമ്മയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും, നന്നായിട്ട് കഴിഞ്ഞ വർഷം പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ജസ്റ്റ് വായിച്ചാൽ മതി, റിവൈസ് ചെയ്താൽ മതി എന്നുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് പാടില്ല. പക്ഷെ അറിയാത്ത ചാപ്റ്റേഴ്സ്, വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ്, പഠിക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സ് വേണം നിങ്ങൾ ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ? പഠിക്കാൻ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മിസ്, അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു 14-ാം തീയതിയോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് നിങ്ങൾ ബയോളജി ഒന്ന് സെറ്റാക്കി വെക്കണം. കാരണം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇല്ല. പിന്നെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. 17 തൊട്ട് വീണ്ടും നിങ്ങൾക്ക് എക്സാം തുടങ്ങുകയാണ്. 17-ാം തീയതി ഇവരുടെ മാത്സ് എക്സാം ആണ്. അന്നൊരു ഈവനിങ് ഉണ്ട്. അതൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. ഇതൊക്കെ റിവൈസ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
18 നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ 18 ഒരു ദിവസം കിട്ടുന്നുണ്ട്. പക്ഷെ 18 ഒരു ഉച്ച വരെ, അന്ന് ഈവനിങ് തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 18 ഒരു ഉച്ച വരെ നിങ്ങൾക്ക് പഠിക്കാം. 18 ഉച്ച തൊട്ട് 19 തീയതിയാണ് നിങ്ങളുടെ എക്സാം. നിങ്ങൾ ഓൾറെഡി മോഡലിന് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് തന്നെ കുറച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ വേണമെങ്കിൽ ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് കുറച്ചധികം നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യാം, ഹോൾ ഡേ നിങ്ങൾക്ക് അതിന് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉച്ച വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. അതായത് 17-ാം തീയതി മാത്സ് പരീക്ഷ, +2 മാത്സ് പരീക്ഷ കഴിഞ്ഞു വന്നിട്ട് ആ ഈവനിങ്ങും 18-ാം തീയതി ഒരു രാവിലെ സമയങ്ങളിലും ഇവർക്ക് ഒരു 11 വരെയൊക്കെ നിങ്ങൾ 6-നൊക്കെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10:30 11 വരെയൊക്കെ കൊടുത്താൽ മതി. കാരണം അത് കഴിഞ്ഞും നിങ്ങൾക്ക് ഒരു ഉച്ച വരെ സമയം കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് എന്തിനായിരിക്കാം, ലാംഗ്വേജിന് ഇരിക്കാം കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യും, 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമൊക്കെ നന്നായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക, നന്നായിട്ട് സെക്കൻഡ് ലാംഗ്വേജിന്റെ പരീക്ഷ 19-ാം തീയതി എഴുതുക. അന്ന് വൈകിട്ട് തൊട്ട് പിന്നെ ബയോളജി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള സമയമാണ്, പഠിത്തമാണ്. കാരണം അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഏകദേശം 14-ാം തീയതിയോട് കൂടി തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു രാത്രി, അതായത് 19-ാം തീയതി ഈവനിങ് എന്ന് പറയുന്ന സമയം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. പുതിയ കോൺസെപ്റ്റുകളൊന്നും ഇനി നിങ്ങൾക്ക് പഠിക്കാനോ അതിനുള്ള സമയമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യുക. അത് കൃത്യമായിട്ട് ഒരു എന്താ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് +1 പഠിക്കാൻ. പക്ഷെ ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയം നിങ്ങൾ ശരിക്കും ചിന്തിക്കുമ്പോൾ ഈ ഗ്യാപ്പുകളെല്ലാം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും ബയോളജി ഇംപ്രൂവ്മെന്റ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങാനായിട്ട്. ഇവിടെ വലിയ ഈ ഒരു സമയത്ത് വലിയ തിക്കുമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽ കഴിഞ്ഞു വരുന്ന ആ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ഗ്യാപ്പും അതുപോലെ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പും നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. ഒരു സംശയം വേണ്ട. കാരണം നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ പുതിയ ചാപ്റ്റർ ആദ്യമായി പഠിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ല. എല്ലാം നിങ്ങൾ കേട്ട് പരിചയമുള്ള, ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ വീണ്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പടപടയെന്ന് പറഞ്ഞ അകത്തേക്ക് കയറും. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ടെൻഷനും ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ റിവിഷൻ ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നേ പഠിച്ചു തുടങ്ങിയിട്ട് എക്സാമിന്റെ തലേന്ന് എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ കുട്ടികൾ അതുപോലെ തന്നെ നമ്മള് കമന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റേജിന്റെ വീഡിയോ, അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത് നമ്മുടെ HSS ലൈവിൽ നിന്ന് എടുത്തിട്ടുള്ള സ്കീം ഓഫ് വർക്ക് പ്രകാരമുള്ള വെയിറ്റേജ് അല്ല. കാരണം അത് എപ്പോഴും മാറാറുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബയോളജിയുടെ +1 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള, നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നൊരു സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഇവിടെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് എടുക്കാം. ഇതാണ് സുവോളജി. മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഏതാണോ, ഇപ്പൊ അനിമൽ കിങ്ഡം ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ആയിക്കോട്ടെ, അപ്പൊ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ഏതാണോ ആ ചാപ്റ്ററിന് കൂടുതൽ പ്രിഫറൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ബോട്ടണിയിലേക്ക് വരികയാണെങ്കിലും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏകദേശം നമ്മുടെ റെസ്പിറേഷനും അതേപോലെ തന്നെ ബയോളജി ക്ലാസിഫിക്കേഷനും ഒക്കെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. യെസ്, അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ നമ്മുടെ പാറ്റേണിൽ അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന സംഭവമാണ് മിസ്സേ പാറ്റേൺ മാറി, കഴിഞ്ഞ കൊല്ലം തൊട്ട് പാറ്റേൺ മാറി. മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കഴിഞ്ഞ വർഷം പേപ്പർ നിങ്ങൾക്ക് ടഫ് ആവാൻ കാരണവും ഈ ഒരു മാറ്റം തന്നെയായിരിക്കും. പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറുന്നല്ല, ചോദ്യം ചോദിക്കുന്ന രീതി മാറി എന്നുള്ളതാണ്. അപ്പൊ രീതികളും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ബോട്ടണിയും അതുപോലെ തന്നെ സുവോളജിയും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഒന്നും കൂടി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മിസ് പറഞ്ഞാൽ ഏത് മോഡലിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാക്കി പോവാ. മറ്റേ നമ്മൾ എപ്പോഴും അതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കി അങ്ങനെ ചോദിക്കുന്നുള്ള ഒരു ധാരണയോട് കൂടി പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ അയ്യോ ടഫ് ആണല്ലോ എന്ന് ആദ്യമേ ഒരു ചിന്ത വരും. അത് നമ്മുടെ ഫർദർ ആയിട്ട് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടിക്കും. അതേപോലെ തന്നെ PYQ ചെയ്യണം. ഒരു 70% PYQ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 30% NCERT ക്വസ്റ്റ്യൻസ് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. നമ്മൾ ഈ ഉള്ള സമയം എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ടെൻഷൻ ഉണ്ടാവും, അത് എല്ലാവരും ഇപ്പൊ നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും മനുഷ്യന്മാരാണ്. അതെ, ടെൻഷൻ ഉണ്ടാവും, അത് നോർമലാണ്. പക്ഷെ ആ ടെൻഷൻ കാരണം പാനിക് ആയിട്ട് ഒന്നും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് എത്തരുത്. ചെറിയൊരു ടെൻഷൻ നല്ലതാണ്, അപ്പൊ നമുക്ക് പഠിക്കാൻ ഒരു ഇതൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞ മാത്സിന്റെയും ബയോളജിയുടെ ഒക്കെ സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് ഒരാൾ തരാനുണ്ടായി അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ദിവസങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചാൽ തീരാത്ത പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എന്തായാലും ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും അയ്യോ ടെൻഷൻ അടിക്കണം, അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് ചെറിയൊരു എന്തായിരിക്കും എന്നുള്ള വളരെ നമ്മൾ ഇങ്ങനെ ഇതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ
എന്തെങ്കിലും വരുന്ന വഴിക്ക് അങ്ങനെ ഇരിക്കരുത്. ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് യെസ്, അപ്പൊ നമ്മൾ അത്രയും കൂളായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതേ വരൂ എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി കൂടെ ബയോളജി ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻ ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലുണ്ടാവും, നിങ്ങൾ കമന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്തരത്തിലുള്ള കോണ്ടന്റ് വീഡിയോസും ഷോർട്സും എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. യെസ്, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയുള്ള എല്ലാ അപ്ഡേറ്റ്സും ദിവസം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. സോ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ബൈ.